ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലോസറ്റിൻ്റെ പല ടൈപ്പ് സീറ്റ് കവറുകൾ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പലതും വരുന്നത് പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് സെറയുടെ ടൈപ്പാണ്. ഈ ടൈപ്പ് നമുക്ക് എങ്ങനെ ക്ലോസറ്റിൽ വരുന്ന സീറ്റ് കവർ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ സീറ്റ് കവറിൻ്റെ കൂടെ തന്നെ സീറ്റ് കവറും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് സ്ക്രൂ ടൈപ്പ് കാര്യങ്ങളും അതിൻ്റെ ക്ലാമ്പുകളും തന്നിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ക്ലാമ്പ് ടൈപ്പ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് വെറൈറ്റിയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്ക്രൂകളും നമ്മൾ താഴെ നിന്ന് സെറയ്ക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഈ സീറ്റ് കവറിലുള്ള ജസ്റ്റ് അതിൻ്റെ ഒരു ലോക്ക് ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ കിട്ടും. അത് ഊരിയെടുത്ത് നമ്മൾ ക്ലോസറ്റിൽ പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മുകളിലെ കവർ അതിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാൻ സാധിക്കും. പ്രസ് ചെയ്ത് തള്ളി കയറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ആ സൈഡിൽ കാണുന്നുണ്ട്, അത് ആ ലോക്കാണ്. ആ ലോക്ക് പതുക്കെ തന്നെ മാറ്റിയതിന് ശേഷം നമ്മൾ പതുക്കെ ഒരു സൈഡിലേക്ക് അതിന് ശേഷം ഇവിടെ പതുക്കെ വലിച്ചൂരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു പീസ് നമുക്ക് സിമ്പിളായിട്ട് പുറത്തേക്ക് കിട്ടും. ഇനി ഇതിലാണ് നമ്മൾ ഈ സ്ക്രൂ കാര്യങ്ങൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലോസറ്റിൽ ഉറപ്പിക്കണം. അതിനുശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്ക്രൂകളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫിഷർ അല്ലെങ്കിൽ ലോക്ക് സിസ്റ്റം കൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് ഇങ്ങനെ മുകളിൽ നിന്നാണ് തള്ളി താഴേക്ക് ഇറങ്ങണം. അപ്പം നമ്മൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്ററിൽ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ട്, അതാണ് ഓവറെ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ രീതിയിലാണ്. ഈ രീതിയിലാണ് ഇപ്പോൾ ഈ മോഡൽ സീറ്റ് കവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഊരിയെടുത്തു. അത് ഊരിയെടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണം നമ്മൾ ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ക്ലാമ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ലെവലിൽ നമ്മൾ ടൈറ്റ് ചെയ്തു. ഇങ്ങനെ ആദ്യമേ തന്നെ ഈ പറയുന്ന ഒരെണ്ണം സെറ്റ് ചെയ്യുക, അങ്ങനെ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അങ്ങനെയാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മുകളിൽ നിന്ന് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ സാധനം ആ പറയുന്ന ആ ക്ലാമ്പ് അല്ലെങ്കിൽ ആ പറയുന്ന അതിൻ്റെ ബേസ് ഉണ്ട്, ഈ ബേസ് അതിൽ ടൈറ്റ് ചെയ്തിരിക്കും. അതിനുശേഷമാണ് നമ്മൾ അലൈൻമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ഇങ്ങനെ മുകളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിലേക്ക് വേണം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഗ്രൂവ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുക. അതിന് ശേഷം ടൈറ്റ് ചെയ്യാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്തിരിക്കും. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ആ ലോക്ക് പുറത്തേക്കാണ് വരേണ്ടത്. കണ്ടോ, നേരെ പുറത്തേക്ക് വന്ന് ലോക്ക് കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളത് ഉറപ്പിച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ സീറ്റ് കവർ അലൈൻ ചെയ്യുന്ന പോലെ ചെയ്ത് വെച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ രണ്ട് സ്ക്രൂകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സീറ്റ് കവർ ഇട്ടതിന് ശേഷം നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക. അതായത് സീറ്റ് കവറിൻ്റെ ആ ഫ്രണ്ട് കറക്റ്റ് ചെയ്ത് നിൽക്കണമല്ലോ, ക്ലോസറ്റിൻ്റെ ഫ്രണ്ട് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ശരിക്കും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഒരു നോർമൽ ലെവലിൽ മാത്രമേ രണ്ടെണ്ണം ടൈറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യമേ കാണിച്ച പോലെ തന്നെ ആ സീറ്റ് കവർ ജസ്റ്റ് നമ്മൾ വലിച്ചെടുത്ത പോലെ തന്നെ ആ ലോക്കിനോട് ചേർന്നിട്ട് ജസ്റ്റ് തള്ളിക്കഴിഞ്ഞാൽ ഈ സീറ്റ് കവറായിട്ട് ഫുള്ളായിട്ട് കയറിയിരിക്കും. അതാണ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഊരുന്നെങ്കിലും ആ ലോക്ക് പിടിച്ചിട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.